പ്രസംഗം, വാള്, മജ്‌ലിസൊന്നും അല്ലെങ്കിലും നമ്മൾ രാത്രി ഉറങ്ങൂല. കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് പോയി നോക്കണം. ആണും പെണ്ണും ഒന്നുമില്ല, ഒരു നിയന്ത്രണമില്ല, ഒരു ഉമ്മാക്ക് സങ്കടമില്ല, ഒരു വാപ്പാക്ക് സങ്കടമില്ല. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ കുത്തിക്കൊന്നത് കാമുകിയുടെ ഉപ്പയാണ്. എന്തിനാണ് കൊന്നെന്നറിയോ? അവന് കെട്ടിച്ചു കൊടുക്കാത്തതുകൊണ്ട്. പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, അവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തിക്കൊന്നു. കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കാത്തതെന്താ? എത്ര എണ്ണം നമ്മൾ ഇന്നും ഇന്നലെയും കേട്ടു? നമ്മൾ എത്ര കേട്ടു? മാതാവിന്റെ തലയ്ക്ക് ചുറ്റികൊല്ലുകൊണ്ട് അടിച്ച് തലച്ചോറ് തെറിക്കുമ്പോ ചിരിക്കാൻ ഒരു മകന് കഴിയണമെങ്കിൽ അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അതിനിടയിൽ അള്ളാഹുവിനെ മറന്നില്ലേ? അള്ളാഹ് നമ്മൾ മറന്നു. നമുക്കിഷ്ടം അതാണ്. ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന മക്കള്, മൊബൈലും കൊണ്ട് ഏതെങ്കിലും വീടിന്റെ ഒരു മൂലയ്ക്കിരുന്ന് മരവിച്ച് മരിക്കുന്ന മക്കളെയാണ് ഉമ്മാക്ക് ഇഷ്ടം. ശല്യമില്ലല്ലോ. അങ്ങനെയുള്ള മക്കളെയാണ് വാപ്പാക്ക് ഇഷ്ടം. ശല്യമില്ലല്ലോ. ആ മക്കള് അള്ളാഹുവിന് എന്ത് സംഭാവനയാണ് കൊടുക്കുക? ആ മക്കൾ അള്ളാഹ്ക്ക് എന്ത് കൊടുക്കും? നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും, ഇന്നത്തെ ബർത്ത്ഡേ സമ്മാനം തരും, ഉപ്പാക്ക് ഉമ്മാക്ക് കൊടുക്കും. നിങ്ങൾ അവരോട് ചോദിക്കുക, അള്ളാഹ്ക്ക് നിങ്ങൾ എന്ത് കൊടുത്തു മക്കളെ? അള്ളാഹ്ക്ക് എന്ത് കൊടുത്തും ചോദിക്ക്. അള്ളാഹുവിനെ നിങ്ങൾ അങ്ങനെ മാറ്റിവെക്കല്ലേ. സ്നേഹിക്കാനുള്ള ഒരു സാധനമാണ് റബ്ബ്. ഇങ്ങോട്ട് മാത്രം സ്നേഹം തന്നാ മതിയോ? അല്ലാഹുവേ നാം തൊഴുതാൽ സുഖമെല്ലാം ഓടിവരും, அந்த വല്ലോനെ നിனைத்திருந்தால் வாழ்க்கையும் തേടി വരും. വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ പണ്ടേ ഈ ഭീമാപ്പള്ളിയിലൊക്കെ മറ്റേ ഈ നാഗൂരത്തെ ആ പാട്ടുപാട് നാളൂന്ന് പാടുമ്പോൾ വളരെ രസകരമായിട്ട് കേട്ടിരുന്ന പാട്ടാണ്. എന്ത് രസത്തിലാണ് അതിങ്ങനെ ആഴത്തിൽ പതിഞ്ഞിരിക്കും. അള്ളാഹുവിനെ നിങ്ങൾ പിടിച്ചാൽ അള്ളാഹ് നിങ്ങളെ പിടിക്കും. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സുജൂദിൽ വീണാൽ നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹു സുന്ദരമാക്കും. അള്ളാഹു വേണം. എല്ലാ പ്രവർത്തനത്തിനും അള്ളാഹു വേണം. എല്ലാ കാര്യത്തിനും അള്ളാഹു വേണം. മക്കളെ സ്കൂളിലാക്കാൻ പോവാൻ, വെക്കേഷൻ കഴിഞ്ഞ് മക്കളെ സ്കൂളിലേക്ക് പോവാൻ ബാഗ് എല്ലാം വാങ്ങി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞു വിട്ടു. പോരാ, പിന്നെന്താ? അള്ളാഹു നിങ്ങളെ കണ്ട് സന്തോഷിക്കാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ മോനെ സ്കൂളിലേക്ക് വിടുമ്പോ എൻ്റെ വീടിന്റെ പരിസരത്ത് സ്കൂൾ ബാഗ് വാങ്ങാൻ കഴിയാത്ത പാവങ്ങളില്ലേ? സ്നേഹസാഗരം 500 പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ബാഗും പുസ്തകങ്ങളും അതുപോലെ യൂണിഫോമും ഒക്കെ വാങ്ങിക്കൊടുക്കാണ്. പൈസ ഉണ്ടായിട്ടല്ല, കടമില്ലാത്തത് കൊണ്ടല്ല, പ്രൗഢി കാണിക്കാനല്ല, പേര് സ്നേഹസാഗരം എന്നായിപ്പോയി. അതുകൊണ്ടാണ്. അതിന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞാൽ, സമ്പന്നന്റെ മക്കൾ പോകുന്ന സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് നല്ലൊരു ചെരുപ്പില്ല, ഞങ്ങൾക്ക് നല്ലൊരു ബാഗില്ല എന്നവര് പരാതി പറഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങൾ പിന്നെ അള്ളാഹു സ്നേഹിക്കുന്നവരായി മാറുമോ? നമ്മൾ ഇന്നും കല്യാണത്തിന് ആഘോഷിക്കുന്നില്ലേ? ഗസയിലെ അവസ്ഥ എന്താണെന്നറിയോ? ഫലസ്തീൻ നിങ്ങൾ മറന്നു അല്ലേ? ഓർമ്മ വന്നപ്പോഴത്തേക്ക് റോഡിടിഞ്ഞു വീണു. വീണ്ടും നമ്മൾ ഫലസ്തീൻ മറന്നു. ഓർമ്മയിലേക്ക് വരുമ്പോ യുദ്ധം നടക്കാൻ പോകുന്നു, തീവ്രവാദികളെ രാജ്യം ആക്രമിക്കുന്നു, നമ്മൾ വീണ്ടും ഫലസ്തീൻ മറന്നു. 14,000 മക്കൾ മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ എരിഞ്ഞമരാൻ പോവാണ് ഫലസ്തീനിൽ, ഗസയിൽ 14,000 മക്കൾ. നമ്മുടെ മക്കൾക്ക് കല്യാണം നടത്താൻ ഡ്രസ്സിന്റെ വില മാത്രം കോടികൾ വരും. കല്യാണത്തിനെടുക്കുന്ന ഡ്രസ്സ് പിന്നെ ഒരിക്കലും ധരിക്കൂല. അതിന് മാത്രം ലക്ഷക്കണക്കിന് രൂപ. മിഠായി വിതരണത്തിന് ലക്ഷക്കണക്കിന് രൂപ. ഇന്ന് ബഹുമാനിനും ആദരണീയനുമായ യൂസുഫ് അലി സാഹിബിന് പത്രക്കാരോട്, ചാനലുകാരോട് സംസാരിക്കുന്ന ഒരു സംഭാഷണം കേട്ടിട്ട് വണ്ടിക്കകത്തിരുന്ന് കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം പറയാണ്, ഒരു ഷർട്ട് 3-4 വർഷം ഇട്ട ഒരു കാലം എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെ ഇടും, എനിക്കതിൽ പ്രശ്നമില്ല. അദ്ദേഹത്തിന് ഓരോ മീറ്റിങ്ങിന് ഓരോ ഡ്രസ് ഇടാം, ഓരോ മണിക്കൂറിൽ ഓരോ ഡ്രസ് ഇടാം. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ തലമുറ കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ കണ്ടതാണ്. ഒരു ഷർട്ട് 2 പേർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കടയ്ക്കകത്ത് അടിയുണ്ടാക്കാണ്, പ്രശ്നമുണ്ടാക്കുകയാണ്, ആളുകൂടുകയാണ്, ബഹളം വെക്കുകയാണ്. ഞാൻ ഒരു ഷർട്ട് 5 വർഷം ഇട്ടിട്ടുണ്ട്, ഇനിയും എനിക്ക് അങ്ങനെ ഇടാം,
എനിക്കതിൽ മടിയില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഞാനൊരു അതിര് കടക്കുന്ന ആളല്ല. ഞങ്ങളൊക്കെ അവിടെ ഗസ്റ്റായിട്ടൊക്കെ പോയ സമയത്ത് ഞങ്ങളോട് പറയും, നല്ല വസ്ത്രം ധരിക്കണം, ഇമേജ് നോക്കണം, നമ്മുടെ അന്തസ് നോക്കണം, നമ്മുടെ സ്റ്റാറ്റസ് നോക്കണം, നമ്മുടെ രാജ്യത്തിൽ നിന്ന് വന്നവരാണെന്ന് അറിയണം ഒക്കെ പറയും. കോട്ടുണ്ടാവും, സമയമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പറയാണ്, വസ്ത്രത്തിന് വേണ്ടി അങ്ങനെ പണം ഇങ്ങനെ വാരി പൊടിച്ചു കളയരുത്. ആവശ്യത്തിനൊരു സ്റ്റാറ്റസിന്, ഒരു അന്തസ്സിന്, ഒരു മീറ്റിങ്ങിന്, ഒരു കമ്മിറ്റിക്ക്, ഒരു യാത്രക്ക് പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക എന്നതിനപ്പുറം എന്റെ പണത്തിന്റെ പവർ അലമാര തുറക്കുമ്പോ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലൊന്ന് പരിശോധിക്കുക. എത്ര ചെരുപ്പ്, എത്ര ഷർട്ട്, എത്ര ജുബ്ബ, എത്ര കുപ്പായം, എത്ര കോട്ട്, സഹോദരിമാർ എത്ര മാക്സി, എത്ര ചുരിദാർ, എത്ര സാരി, എത്രയാണ്. ഒരു തുണ്ട് തുണി കിട്ടിയാൽ അതുകൊണ്ട് നാണം മറയ്ക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട് നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും. പക്ഷെ ആരാണതൊക്കെ നോക്കുക? ആരോടാണിത് പറയാ? മുസ്ലിയാരിക്ക് നേരം വെളുത്തില്ല എന്നാണ് ചോദിക്കുക. ആരോടാണ് ഇതൊക്കെ പറയാ? അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുള്ള കളിക്ക് നിൽക്കരുത്. അള്ളാഹുവിനെ മറന്നുള്ള കളിക്ക് നിൽക്കരുത്. രണ്ടാമത്, നിങ്ങളെക്കാൾ സ്നേഹിക്കുന്നത് രണ്ടാമത്തതാരാ? നിങ്ങളെക്കാൾ സ്നേഹിക്കുന്ന രണ്ടാമത്തതാരാ? ഒന്ന് അള്ളാഹുവാണ്. രണ്ടാമത് നിങ്ങളെക്കാൾ സ്നേഹിക്കുന്നതാരാ? ആരാന്ന് പറയാൻ പറ്റോ? കുഞ്ഞുമക്കാരൊക്കെയും ആരാ? മക്കളെ അറിയോ? മക്കളെ ആരാ? കൈവക്കടാ. ഒന്ന് അല്ല പറഞ്ഞു. രണ്ടാമത്തെ ആരാ? കൈവക്ക മാത്രമല്ല, കാര്യം പറയാം. ഞാനും കൂടെ സ്റ്റേജിൽ കയറുമ്പോൾ വട്ടം കൂടി എന്നെ അടിക്കാന്ന് വരാ. പേടിച്ചു നിങ്ങൾ നിന്നപ്പോൾ അടിക്കാനെന്ന് വിചാരിച്ചു. ഉറക്കെ പറ, അങ്ങോട്ടൊക്കെ പറ. അള്ളാന്നല്ലേ പറഞ്ഞപ്പോ എന്തോടെ നിങ്ങൾ ബാക്കിലോട്ട് പോണം. കൈ താത്തിട്ട് മതി, കൈ കടക്കിയിട്ട്. ആടാ അത് പറയുന്നുണ്ട്. സംഭവമൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. അള്ളാഹു ആ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഉമ്മാടെ ഉപ്പാടെയും പൊന്നുമോനാക്കി അള്ളാഹു മാറ്റട്ടെ. രണ്ടാമത്തത്, കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൗഷാദ് ബാഖവിയെ അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിച്ചതുപോലെ എന്നെ പ്രസവിച്ച ഉമ്മ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ പറയണം, നിങ്ങൾ സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ, എന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല റബ്ബേ. എന്റെ പുന്നാരപ്പൂ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നെ എന്റെ ഉമ്മ സ്നേഹിച്ചിട്ടില്ല അല്ലാ. എന്റെ വാപ്പ സ്നേഹിച്ചിട്ടില്ല അല്ലാ. എന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന എന്റെ മക്കൾ സ്നേഹിച്ചിട്ടില്ല അല്ലാ. എന്നെക്കാൾ സ്നേഹിക്കുന്ന ദുനിയാവിലെ സർവ്വ ആളുകളും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറയാൻ കഴിയണം. നബിയെ കാണാനല്ലയെങ്കിൽ എന്തിനാണീ കണ്ണുകൾ? നബിക്കു കേൾക്കാനല്ലയെങ്കിൽ എന്തിനാണീ ബൈത്തുകൾ? അരികെ നിൽക്കാനല്ലയെങ്കിൽ എന്തിനീ കൈകാലുകൾ? അരുമനബിയില്ലാതെ വന്നാൽ എന്തിനീരാ പകലുകൾ? അതിരതില്ല പ്രഭയമില്ലേ അഖില ലോകം എന്തിനാ? അതിരതില്ല പ്രഭയമില്ലേ അഖില ലോകം എന്തിനാ? അഴകിലേഴ് സമാവും വർണ്ണം തൂകിയാലും മൂകമാ, തൂകിയാലും മൂകമാ. ഈ കണ്ണു പിന്നെ ആരെ കാണാൻ? ഈ കാത് പിന്നെ എന്ത് കേൾക്കാൻ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ച് ഒടുവിൽ അല്ലാഹുവിന്റെ പരലോകത്ത് സുജൂദിലേക്ക് വീഴുകയാണ് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അല്ലാഹു എല്ലാം കൊടുത്തിട്ടില്ലേ? സിംഹാസനം കൊടുത്തിട്ടുണ്ട്, താജുൽ അംബിയല്ലേ? അവിടെ ഇരിക്കുന്നില്ല.
എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് സുജൂദിൽ കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലേ, ഇത് സുജൂദിന്റെ സ്ഥലമല്ല, അവിടെ നിന്ന് ശിരസ്സുയർത്തണമെന്ന് അള്ള പറഞ്ഞിട്ട് പറയുന്നു. സൽ തുഴുത്താ നബിയെ, ചോദിക്ക് നബിയെ, തരാം. നിങ്ങൾ ചോദിക്ക് റസൂലേ, തരാം. നിങ്ങൾ ഈ സുജൂദ് കിടന്ന് കരയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. ഈ അള്ളാന്റെ റസൂലപ്പ പറയുകയാണ്, എന്റെ ഉമ്മത്തിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണേ. അവര് പാപങ്ങളാണ്, അവര് സാധുക്കളാണ്. ഓർമ്മയുണ്ടോ ആ മുത്തുനബിയെ? ഓർമ്മയുണ്ടോ ആ മുത്തുനബിയെ? ഒരു 100 സലാത്ത് പോലും ചൊല്ലാൻ നേരമില്ലാതെ ദുനിയാവിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ജീവിതത്തിന്റെ വട്ടക്കൂടിനകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ഭൗതിക ലോകത്തിന്റെ ഭ്രമം ഒരു രോഗമായി ശരീരത്തിൽ പടർന്നു കയറി മരവിച്ചുപോയ മസ്തിഷ്കത്തിലേക്ക് ആരംഭ റസൂലിനെ കയറ്റാൻ കഴിയാതെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മയുണ്ടോ? വയനാട്ടിലെ പെങ്ങളെ ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാരാ, മേറാജിന് പോയപ്പോ അവിടെ പറയാണ്, ഒരു പ്രവാചകനും കിട്ടാത്ത സ്ഥാനം, ഒരു പ്രവാചകർക്കും കിട്ടാത്ത പദവിയാണ്. അള്ളാഹു എങ്ങനെയാണോ അങ്ങനെ റബ്ബിനെ കാണാൻ പറ്റുക പറഞ്ഞു. അവിടെ ചെന്നിട്ട് അള്ളാഹിനോട് പറയാണ്, എല്ലാം എനിക്ക് തന്നാ മാത്രം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ ഉമ്മത്തിലെ അടിമകളെ കൂടി പരിഗണിക്കണേ അല്ലാ. എല്ലാം മറക്കുന്ന ലോകത്ത്, ആരും എല്ലാം മറക്കുന്ന കാലത്ത് അവിടെ നമ്മളെ ഓർത്തിട്ടുണ്ടെങ്കിൽ 100 സലാത്ത് കൊണ്ട് നമുക്ക് പകരം കൊടുത്താൽ മതിയോ? ജീവിതം കൊടുക്കണം. എത്ര സ്നേഹമാണ്. സയ്യിദുനാ ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു സംഭവമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു മനുഷ്യനാണെന്നറിഞ്ഞത് എന്നെ മുത്തുനബി തൊട്ടപ്പോഴാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ആലോചിക്കുക, ഞാനൊരു മനുഷ്യനാണെന്നറിഞ്ഞത് എന്നെ ആരംഭപ്പൂ തൊട്ടപ്പോഴാണ്. ഞാൻ അടിമപ്പാളയത്തിൽ ജനിച്ചവനാണ്. എന്റെ കവിളത്തിന്റെ ഉമ്മ പോലും മുത്തം തന്നിട്ടില്ല. അത്രത്തോളം കറുത്തിരുണ്ടു പോയ കവിള്, ആരും വെറുക്കുന്ന കവിള്, ആരും ഇഷ്ടപ്പെടാത്ത കവിള്, ആരും നോക്കാത്ത രൂപം, ആരും ഇഷ്ടപ്പെടാത്ത കോലം. പകലന്തിയോളം ഞാൻ പണിയെടുക്കും, രാത്രി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാൻ ഒട്ടകങ്ങളെയും ആടുകളെയും കെട്ടിയിരിക്കുന്ന ടെന്റിനകത്ത് ഞാനൊന്ന് പോയി കിടക്കുമ്പോ മുതലാളിമാര് വിളിക്കും. എനിക്ക് നല്ല സ്വരമായിരുന്നത് കൊണ്ട് പാട്ടുപാടാൻ വിളിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, മുതലാളിമാർ കള്ളു കുടിച്ചു കൂത്താടുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് പാട്ടുപാടണം. മുമ്പിൽ നിൽക്കാൻ പറ്റൂല. ഞാൻ താഴ്ന്ന വർഗക്കാരനാണ്, ഞാൻ കറുത്ത വർഗക്കാരനാണ്, ഞാൻ അടിമയാണ്. അതുകൊണ്ട് ദൂരെ നിന്നിട്ട് ഉയർന്ന ശബ്ദത്തിൽ പാടണം. ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ സഹാബത്തിനോട് പറയാം, ദൂരെ നിന്നിട്ട്, വിദൂരത്ത് നിന്നിട്ട് അവർ കാണാതെ എന്റെ ശബ്ദം മാത്രം അവൾക്ക് കേട്ട് ആസ്വദിക്കാൻ വിദൂരത്തിൽ നിന്നിട്ട് നല്ല ശബ്ദത്തിൽ ഞാൻ പാട്ടുപാടി കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പടുത്ത ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുപോകും. എന്നെ തൊടൂല, എന്നെ കാണൂല, എന്നെ നോക്കൂല, എന്നെ പരിഗണിക്കൂല. ആ എന്നെയാണ് നെഞ്ചോട് ചേർത്തു വെച്ചത് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താരാജാലം താഴെ വരുന്നൊരു ത്വഹ നിലാവൊളിയേ, പാരാവാരം തേനൊരുകുന്നൊരു സ്നേഹമുഖം തെളിവേ. നക്ഷത്രങ്ങൾ കാണാൻ ഇറങ്ങി വരാൻ കാത്തിരിക്കുന്ന ലോകത്തിന്റെ സൗന്ദര്യനായകനായ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ ചേർത്ത് പിടിച്ചു സഹാബ, എനിക്ക് മുത്തം തന്നു സഹാബ, എന്റെ തോളത്ത് കൈയിട്ടു സഹാബ, എന്നെ അരികത്തിരുത്തി സഹാബ, എനിക്ക് കാരക്ക തന്നു സഹാബ, എനിക്ക് ഒട്ടകത്തിന്റെ പാല് തന്നു സഹാബ, എന്നെ സഹാബത്തിന്റെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് നിർത്തി സഹാബ. ഈ സ്നേഹം ലോകത്താരാണ് നിങ്ങൾക്ക് തരുന്നത്? ആരും തരൂല പ്രിയപ്പെട്ടവരെ. വെറുതെ തോന്നലാണ്. ഒരു മെസ്സേജിന്റെ പിന്നാലെ പോകുന്നത് വെറുതെ തോന്നലാണ്. സോഷ്യൽ മീഡിയയിലെ പിന്നിലല്ലേ നിങ്ങൾ എപ്പോഴും ഉള്ളത്? അത് തന്നെ നിങ്ങൾക്ക് തെളിവാണ്.
ഒരാണും പെണ്ണുമായിട്ട് ഒരുമിച്ച് കുറേ കാലം സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് കുളിക്കുന്നു, ഒരുമിച്ച് യാത്ര പോകുന്നു, ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കുന്നു. താത്തമാരെ അതിൻ്റെ അടിയിൽ മാഷാല്ലാ 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 അല്ലേ, ഒരു മാഷാല്ലാ ഫ്രീ ആയിട്ട് കുറേ സ്റ്റിക്കർ ഇട്ട് കൊടുക്കും. എൻ്റെ നാട്ടിൽ ഒരാൾ മരിച്ചപ്പോൾ മഹലിൻ്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. മഹലിൽ ആ മരണം പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ മാഷാല്ലാ. അപ്പോൾ പിന്നെ അത് പ്രശ്നമായി. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വീട് പുരതാമസത്തിന് വീടൊക്കെ നിർമ്മിച്ചപ്പോൾ അതിൽ ആ കമൻറ്റിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ മാഷാല്ലാ, അറിയാതെ ഇയാൾക്ക് ആയിപ്പോയതാണ്. അങ്ങനെ കുറേ താത്തമാർ എന്നാൽ ആവശ്യത്തിന് ഇതൊന്നും പറയൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടനെ എന്ന്. ഇതിങ്ങനെ കുറേ സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവർ തന്നെ കുറേ കാലം കഴിയുമ്പോൾ അയ്യോടി അവർ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞടി, അവർ പറയണ അവർ ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു, അതുകൊണ്ട് അവർ തെറ്റിപ്പിരിഞ്ഞു പോയി. ഇപ്പം അവൻ മറ്റോളെ കൂടെ, അവൻ മറ്റോൻ്റെ കൂടെ. സോഷ്യൽ മീഡിയ തെളിവാണ്. ബുഖാരി നോക്കണ്ട, ഖുർആൻ നോക്കണ്ട, പ്രസംഗം കേൾക്കണ്ട, നിങ്ങൾ 24 മണിക്കൂർ കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം നോക്കിയാൽ മതി ഈ പ്രണയത്തിന്റെ ശക്തി അറിയാൻ. ഒന്നും നോക്കണ്ട, ഒരു വാദം കേൾക്കണ്ട, ആരും പറയണ മനസ്സിലാക്കണ്ട. നിങ്ങൾ ഈ തോണ്ടുന്ന സാധനല്ലേ, 6 മാസം മുമ്പ് തോണ്ടിയ പെണ്ണ് ഇപ്പൊ വേറൊരുത്തന്റെ കൂടെ ഇരുന്ന് തോണ്ടുകയാണ്. ഈ തോണ്ടലാണ് ഈ സ്നേഹത്തിനുള്ള. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ തോണ്ടുന്നതിനെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, പിന്നെ 6 മാസം കഴിഞ്ഞ് അടുത്ത തോണ്ടലാണ്. നിങ്ങൾ തോണ്ടുമ്പോൾ കാണും അതൊക്കെ. അത് രസമല്ല. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ആഴമറിയാൻ, സ്നേഹത്തിന്റെ മൂല്യമറിയാൻ, മനുഷ്യനായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് ചേർത്ത് വെക്ക് ഖൽബിൽ. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കും. ഇന്നിവിടെ കമ്പളക്കാട് ഇഷ്കെ ഹബീബ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ, താത്തമാരെ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ താത്തമാരെ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അഡ്മിനായിട്ട് ഒരു കോഴി ഉണ്ടാവും. അത് ചിലപ്പോൾ തലക്കെട്ടുണ്ടാവും. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഒരാണ് നിയന്ത്രിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇഷ്ടമില്ല. കാരണം ഞാൻ വലിയ മഹാനായതുകൊണ്ട് പറയല്ല, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നീട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ 8000 സ്ത്രീകൾ, കോടിക്കണക്കിന് സലാത്ത്, ഹിദ്മത്തുകള്, പാവങ്ങളെ സഹായിക്കുന്നത്, സാധുക്കളെ സഹായിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, വീട് വെച്ചു കൊടുക്കുന്നത്, അതൊക്കെ വളരെ രഹസ്യമായി അതിനകത്തൂടെ കൈകാര്യം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ സന്തോഷം തോന്നിപ്പോയി. ചെറിയ കാര്യമില്ല. നമ്മുടെ താത്തമാർക്ക് ഈ വാട്സപ്പിലൂടെ നോക്കി, യൂട്യൂബിലൂടെ നോക്കി കേക്ക് ഉണ്ടാക്കാനും ഭർത്താവിന്റെ മോക്കൂര് മാറാനും വാപ്പാടെ വയറ് കുറയ്ക്കാനുള്ള മരുന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? എത്ര സമയമാണ് അതിനിങ്ങനെ കളയുന്നത്? യൂട്യൂബിൽ മൊത്തം ഡോക്ടർമാരാ, പഠിച്ചതും പഠിക്കാത്തതും, MBBS ചൈനയിൽ പോയതും പോവാത്തതും ഒക്കെ ഡോക്ടർമാരെ കൊണ്ട് നിറഞ്ഞ്. ഒരാൾ പറയും തക്കാളി തേക്കണം, ഒരാൾ പറയും മുളക് തേക്കണം, ഒരാൾ പറയും സവാള തേക്കണം, അവസാനം പച്ചക്കറി കട മൊത്തം ലാഭം. ഈ സാധനം വാങ്ങി താത്തമാര് തേച്ച് ഭർത്താവിന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ പ്രേതത്തിന്റെ അടുത്തല്ലേ കിടക്കുന്നേ. ഇങ്ങനെയുള്ള യൂട്യൂബ് താത്തമാരുടെ കാലത്ത് സലാത്ത് ചെല്ലാൻ, മദീനയുടെ മണം മൂക്കിലൂടെ കയറ്റാൻ. ഇന്ന് അതിനകത്തുള്ള കുറെ സഹോദരിമാരെ കുറിച്ച് പറയുന്നത് അവരുടെ വീടുകളിൽ ചെന്നാൽ ഒരു സലാത്തിന്റെ പ്രഭ പോലെ അവരുടെ ജീവിതം വൃത്തി, നല്ല വസ്ത്രം, നല്ല മുഖം മറച്ച്, നല്ല വൃത്തിയോടെ മദീന എന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരു സംഘം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബൂലാക്കട്ടെ. അങ്ങനെയൊക്കെ നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കി വളരെ വളരെ സുതാര്യമായി, ഭംഗിയായി, ഒരു ഹറാമ് കലരാത്ത വിധം സുന്ദരമായി മാഷാ അല്ലാഹ് കൊണ്ടുപോകണം. ഒരു സെക്കൻഡ് മതി പിശാചിനെ നമ്മളെ തെറ്റിക്കാൻ. വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത മനുഷ്യരെയല്ലേ പിശാച് തട്ടിയിട്ടത്? പിന്നല്ലേ പാവപ്പെട്ട ചണ്ടികളായ നമ്മൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകും. പിന്നെ സ്വലാത്തിനൊരു ശക്തിയുണ്ട്, അത് വേറൊന്നിനുമില്ല, അത് സലാത്തിന് മാത്രമേ ഉള്ളൂ. അതിന്റെ മാണിക്യമുത്തിന്റെ പവറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ, ലോകത്ത് വേറൊന്നിനുമില്ല. ഒരു ദിക്റിനില്ലാത്തത്, ഒരായത്തിനില്ലാത്തത്, ഒരു പ്രാർത്ഥനയ്ക്കില്ലാത്തത് സ്വലാത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആയത്തിനേക്കാൾ മഹത്വമാണ് സ്വലാത്ത് എന്നല്ല, ആയത്തിന്റെ ഗുണങ്ങൾ. സ്വലാത്തിന്റെ ഗുണങ്ങൾ തീരാത്ത എത്രയോ ഉണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയുണ്ട്. ആ ചൊല്ലി നോക്കണം, ആനന്ദത്തോടെ ചൊല്ലി നോക്കണം, ആസ്വദിച്ചു നോക്കണം. 3 പ്രാവശ്യം ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട 20 വയസ്സിനകത്ത് പ്രായമുള്ള ചെറുപ്പക്കാരൻ എനിക്കറിയാം. 3 പ്രാവശ്യം. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ കാണാത്തത് കൊണ്ട് എത്ര ദിവസം കരഞ്ഞെന്നറിയോ? കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോയി മാതാവിന്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞു ഉമ്മയെ കൊല്ലാൻ കാത്തിരിക്കുന്ന രാക്ഷസന്മാരുടെ ഇടയ്ക്ക്
മദീനത്ത് നിന്ന് രാജാവ് വരികയാണ് ആ പ്രിയപ്പെട്ട പ്രേമിയായ ആശിക്കായ മോനെ കാണാൻ. അതാണ് എന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ ആർക്കുണ്ടാവാത്തൊരു പദവിയാണ്, പവറാണ്. നിങ്ങൾ ചൊല്ലി നോക്ക്, നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്ക്, നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ആസ്വദിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയാണ് അറാബിയായ മനുഷ്യൻ. മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ സ്നേഹിക്കുന്നവരെ, നിങ്ങളെ നബി തങ്ങളെ സ്നേഹിക്കുമ്പോ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടെന്ന ഒറ്റ ക്വാളിറ്റി പറഞ്ഞിട്ട് മൂന്നാമത്തെ വ്യക്തിയിലേക്ക് വരികയാണ്. വിശദീകരിക്കാൻ സമയമില്ല, പഠിക്കണേ, ശ്രദ്ധിക്കണേ, ചിന്തിക്കണേ. മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്. അറാബി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് മദ്ദീനു യാ ഹബീബല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യവും മറുപടി ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. അയാള് മറുപടി ഇതാണ്. ഇനിയില്ലെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. മാ ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖ് എന്തെന്ന് നിനക്കറിയോ? സൽ സ്വഭാവം എന്തെന്ന് നിനക്കറിയുമോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, എന്താണ് നബിയെ? അല്ലാഹു വ റസൂലുഹു അഅലം, ഒന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തഗ്ലബ്, ലാ തഗ്ലബ്, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടല്ലേ, നീ കോപിക്കല്ലേ. ഇതാണ് സൽസ്വഭാവം. ദേഷ്യപ്പെടുന്ന ഒരാൾ സൽസ്വഭാവിയല്ല. ദേഷ്യപ്പെടുന്നത് ആരോടാണെങ്കിലും. ഭാര്യയോട് ദേഷ്യപ്പെട്ട് ഭയങ്കര പൊതിരെ തള്ളി പുറത്തിറങ്ങി ഞാൻ പള്ളിയുടെ പ്രസിഡന്റ്, പള്ളിയുടെ ഖത്തീബ്, കാര്യമില്ല. അസീരിയുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഭാര്യയെ അടിക്കാത്ത നല്ല ഭർത്താവാക്കി അള്ളാഹ് മാറ്റട്ടെ. ആ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തല്ലിയിട്ടില്ല. നമ്മൾ ആണത്തം കാണിക്കാണ്. ഞാൻ ആരാന്നറിയോടി നിനക്ക്? നീ ഇന്നലെ ഇങ്ങോട്ട് മുളച്ചു വന്നോളെ, എന്നെ ഭരിക്കാറായോ? തിരിച്ച് അള്ളാഹ് ചോദിക്കാണ് അവന്റെ അടുത്ത്, നീ ആരാടാ? നീ ആരാ? എന്തിന്റെ ഗമയാ നീ കാണിക്കുന്നേ? 3 ദിവസം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ വട്ടപൂജ. അതാണ് നീ. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാട്ടം ചുമന്നു ഒരു കൊട്ട. അത്രയുള്ളൂ. അകത്ത് മൊത്തം നജസാ പ്രിയപ്പെട്ടവരെ. 2 ദിവസം ബാത്റൂമിൽ പോയാൽ കഴിഞ്ഞു. പിന്നെ ബാക്കി ഡോറോടെ ഇറങ്ങുമ്പോ തൻസീർ ഒന്ന് എന്നെ പിടിക്കും, അവന് എന്നെ ജീവനില്ല. അങ്ങനത്തെ അവസ്ഥയായി. അത്രേ ഉള്ളൂ മനുഷ്യൻ. നമ്മൾ അങ്ങോട്ട് കൈയൊക്കെ മടക്കി നീ ആരടി എന്ന് ചോദിക്കൂലേ? ഒരു പെണ്ണിനോട് ചോദിക്കരുത് നിങ്ങൾ. അന്തല്ലതി അന്നക്ക നബിയുൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, നിങ്ങളല്ലേ അല്ലെ നബിയാണെന്ന് പറഞ്ഞു നടക്കണ ആള്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ. അവിടെ ചിരിക്കാനും കഴിയുന്നത് ലോകത്തിന്റെ തിരുദൂതർക്ക് മാത്രമല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് തരും നബിയേ അങ്ങയുടെ സ്നേഹത്തിനായി ബദലില്ലല്ലോ, വെന്തുരുകുന്നവരെ സ്വന്തം പോലെ ചേർത്ത് പിടിച്ചവരാണല്ലോ. എന്തു കൊടുക്കും? എന്ത് പകരം കൊടുക്കും? നിങ്ങൾ ബുറുദ കൊടുക്കും, സ്വലാത്ത് കൊടുക്കും, എന്തു കൊടുക്കും പകരം? കൊടുത്താ തികയോ? കൊടുത്താ മതിയാവോ? ഒന്നും കൊടുക്കാൻ പറ്റൂല. പകരം ഇല്ല. നമ്മുടെ ജീവൻ അങ്ങോട്ട് കൊടുത്താലും തികയൂല. അത്രയും ഇങ്ങോട്ട് തന്നിട്ടുണ്ട് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദേഷ്യം ഒഴിവാക്കിയിട്ട് ജീവിച്ചു നോക്കേ. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അഹങ്കാരമുള്ളത് കൊണ്ടാണ്. ദേഷ്യപ്പെടുന്നത് അഹങ്കാരമുള്ളത് കൊണ്ടാണ്. അസീസക്ക് ഇത്രയും ചാരിറ്റി പ്രവർത്തനം വയനാട് മൊത്തം, കാലില്ലാത്തവർക്ക്, കൈയില്ലാത്തവർക്ക്, കരളില്ലാത്തവർക്ക്, കിഡ്നി ഇല്ലാത്തവർക്ക്, മൂപ്പരല് കൊടുക്കാൻ അതേ ഉള്ളൂ. സംസാരിച്ച് പ്രവർത്തനം നടത്തി ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാം കൊടുക്കും. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് നിന്റെ ഉമ്മയുടെ ചോറെന്ന് പറഞ്ഞ് പാത്രം എടുത്ത് ഇറക്കിയടിച്ചാൽ, ഞാൻ ഇത്രയും വർക്ക് എടുത്ത് സോഷ്യൽ വർക്ക് എടുത്ത് വന്നാണ് നിനക്ക് അറിഞ്ഞുവേടി, മറ്റോളെ മറിച്ചോളെ എന്ന് അസീസക്ക പറഞ്ഞാൽ തീർന്നവിടെ. പിന്നെ സ്നേഹസാഗരം നീ ഉണ്ടാക്കിയെന്നും പറഞ്ഞ അള്ളാന്റെ മുമ്പ് ചെല്ലാൻ പറ്റൂല. മാറി നിക്കടാന്ന് പടച്ചവന്റെ മലക്കുകൾ പറയും. ഹുസ്നുൽ ഖുലുഖാണ് ദീൻ. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കലാണ്.
അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മുത്തിന്റെ സ്നേഹം എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൂടെ ഉണ്ടായിരുന്നു കുറെ നാൾ. യാ ബുനയ്യ, മോനെ 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 എന്നല്ലാതെ ഒരു വാക്ക് എന്നെ വിളിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. നീ എന്തിനത് ചെയ്തു എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല വഫാത്തിന്റെ നേരം വരെ. അനസ് റളിയല്ലാഹു അൻഹു പറയും. നമ്മളാണെങ്കിലോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ചീത്ത, വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ചേച്ചിക്ക്, ആയക്ക്, അമ്മക്ക്, പെങ്ങക്ക്, സഹോദരിക്ക് ചീത്ത, ചെടിയിൽ വെള്ളമൊഴിക്കാത്തതിന് ചീത്ത, അല്ലേ? കുഞ്ഞ് ഹാളിൽ മൂത്രമൊഴിച്ചാൽ ചീത്ത, വിരിപ്പിൽ കിടന്ന് കുഞ്ഞ് മൂത്രമൊഴിച്ചാൽ പോലും വേദനയോടെ പ്രസവിച്ച ഉമ്മ ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച്, ഇന്നലെ വൃത്തിയാക്കിയതല്ലേ, പുതിയ വിരിപ്പല്ലേ, പുതിയ മെത്തയല്ലേ, ദേഷ്യം. കാരണം എന്താ? എവള് വലിയ ഉമ്മയല്ലേ, എവൻ വലിയ വാപ്പയല്ലേ. അതാണ്, ആ അഹങ്കാരമാണ് ഈ ദേഷ്യത്തിന് കാരണം. അതൊന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മയ്യത്തിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളെ 3 കഷ്ണം തുണി പൊഞ്ഞ് ഇവിടെ കിടത്തുമ്പോ ഒരു ദേഷ്യമില്ല, എല്ലാം കഴിഞ്ഞു, അടങ്ങി ഒതുങ്ങി. അങ്ങനെ ചിന്തിക്ക നിങ്ങൾ. ലാ തഗ്ളബ്. ആ മനുഷ്യനോട് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കോപിക്കല്ല മോനെ, അതാണ് ഹുസ്നുൽ ഖുലുഖ്, അതാണ് സൽ സ്വഭാവം. അതുകൊണ്ട് നിങ്ങളെ ജീവന്റെ ജീവനായി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മുത്തുനബിയാണ്. ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹദാനി ഫിദ്ദുനിയാഹു വറഹമാഹു. നബിയെ അങ്ങ് കൂടുതൽ സ്നേഹിക്കുമ്പോ ഉമ്മയാണോ എന്ന് തോന്നിപ്പോകുന്ന നബിയെ, അങ്ങ് വല്ലാണ്ട് ചിരിക്കുമ്പോ, അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോ വാപ്പയാണെന്ന് തോന്നിപ്പോകുന്നു ഹബീബേ. സഹാബത്ത് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സ്നേഹവും ആ ഇഷ്ടവും ഞങ്ങൾക്ക് വല്ലാണ്ടായി പോകുന്നുണ്ട്. ഇന്നലെ ഇവിടെ ബുറുദ നടന്നില്ലേ? നിങ്ങൾ എത്ര പേര് ഇന്നലെ ബുറുദയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്നലെ ബുറുദയ്ക്ക് വന്നവരെന്ന് കൈപൊക്കി. അൽഹംദുലില്ലാ. ആള് കൂടണമെങ്കിൽ വേടനൊക്കെ വരണം, താഹാത്തങ്ങൾ വന്നിട്ട് കാര്യമില്ല. അല്ലാഹുവേ പടച്ചോനെ, ഇന്നലെ ബുറുദയ്ക്ക് വന്നവർ, ഇന്നലെ വരാത്തവർ ഒക്കെ മനസ്സുകൊണ്ട് മദീനയിലെത്തുന്ന ഇഷ്കിന്റെ മധുരമുള്ള ആളുകളാക്കി അല്ലാഹുവേ നീ മാറ്റണേ പടച്ചോനെ. ആര് വെറുത്താലും ഞങ്ങളെ മാണിക്യപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുക്കല്ല റബ്ബേ. ആ നിയത്തിലായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ സ്വതക്ക. ബക്കറ്റ് കളക്ഷൻ നടത്താം. ബക്കറ്റ് കൊണ്ടുവരും സംഘാടകർ. അങ്ങനെ വാതിലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പ്രസംഗത്തിൽ എങ്ങനെ ലയിച്ചു പോയാൽ ബക്കറ്റ് മടന്നുപോലുണ്ട്. ബക്കറ്റ് കളക്ഷൻ ഇല്ല ഇവിടെ, അല്ലേ? അല്ല, വലിയ എമൗണ്ട് ആവശ്യമുള്ളൂ. ചിലപ്പോൾ ചില്ലറ വേണ്ടെന്ന് വിചാരിച്ചാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ പടച്ചോനെ നിയ്യത്ത് ചെയ്തോളൂ. ബിസ്മില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടിയ തിരുവജ്ഹ് കണ്ട് മൗത്താകാനുള്ള ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് കൊടുത്തോളി. ഇത് മറ്റേ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തോളി. എല്ലാവരും വളരെ റാഹത്തോടെ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക. ഈ ബക്കറ്റിലേക്ക് കാര്യമായ സ്വതക്ക. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാ, രാജസയ്യിദായ അല്ലാ, ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ നിരാശപ്പെടുത്തല്ല അല്ലാ, പരാജയപ്പെടുത്തല്ല അല്ലാ. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ളവരാക്കി മാറ്റണേ അല്ലാ. ചില ആളുകൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ വഫാത്തായി പോയില്ലേ, ഇനിയിപ്പോ അങ്ങനെ ഉറക്കത്തിനൊക്കെ വരുന്നതിന് പ്രത്യേകത ഉണ്ടെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഈ ബുദ്ധി കൂടി അങ്ങനെ ചിന്തിക്കുന്ന, ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് പറയണ ചില മണ്ടന്മാരുണ്ട്. ഒരു ശുഐബുൽ ഹൈത്തമി എന്നും വേണ്ടവർക്ക്, അര ശുഐബുൽ ഹൈത്തമി തന്നെ മതി അവർക്ക്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കുറയണം കിടന്ന് ഇങ്ങനെ കുരയ്ക്കൂലേ? നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പറ്റും, ചിലപ്പോൾ സംസാരിക്കും ഉറക്കത്തിൽ, അങ്ങനെ വരുമെന്നൊക്കെ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടോ? നിങ്ങൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട്, നിങ്ങൾ കഴിഞ്ഞു, നിങ്ങളെ ഈമാൻ പൊട്ടി. ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ആ മേഖലയിൽ ചെറിയ ആളുകളാണ്, ഒന്നും ചെയ്യാത്ത, മദ്ഹിന്റെ ഇഷ്കിന്റെ ഒരു മേഖലയിലും ഒരറ്റവും എത്താത്ത ആളുകളാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട ചണ്ടികളായ ഞങ്ങൾക്ക് പോലും 2 വരി മദ്ഹ് എഴുതുന്നതിന് പകരം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു തരുന്നത് ഒരു ഡയറി നിറച്ചെഴുതിയാലും തീരൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറയാണ്.
ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട ഒരാള് 2 വരി മദ്ഹ് എഴുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. അയാൾക്ക് ഒന്നിനും അറിയില്ല. അതിന് പകരം വാങ്ങി മടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നത് വാങ്ങി മടുക്കും. അതാണ് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക സ്നേഹം. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് 3-ാമത്തെ വിഷയത്തിലേക്ക് വരട്ടോ. മൊത്തം 4 കാര്യങ്ങൾ പറയേണ്ടത്, പെട്ടെന്ന് ദുആ ചെയ്യുകയും ചെയ്യാം. മഹാനായ ഇമാം ഖുശൈരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മകന് ഒരു രോഗമുണ്ടായിരുന്നു. കുഞ്ഞിന് രോഗമാണെങ്കിൽ വാപ്പാക്ക് പിന്നെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത അസ്വസ്ഥത വരുമല്ലോ, എപ്പോഴും ടെൻഷനാകുമല്ലോ. എന്റെ മോൻ ഇങ്ങനെയായല്ലോ, എന്റെ മോന് സുഖമില്ലാണ്ടായല്ലോ, എന്റെ മോന് നടക്കുന്നില്ലല്ലോ, എന്റെ മോന് കാഴ്ചയില്ലല്ലോ. അങ്ങനെ ഓരോ പിതാവിന്റെയും ഓരോ മാതാവിന്റെയും മനസ്സ് വല്ലാണ്ട് നീറിപ്പുകഞ്ഞു പോകുമല്ലോ. മഹാനായ ഇമാം ഖുശൈരി റഹിമഹുല്ല അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചോനെ എന്റെ പൊന്നുമോന്റെ രോഗം നീ മാറ്റണേ അല്ലാ. കോടിക്കണക്കിന് സലാത്തുകൾ അവിടുന്ന് ചൊല്ലിയിട്ടുണ്ട്. ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, ആ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നപ്പോ മഹാനായ ഇമാം അവറുകൾ ആരംഭപ്പൂവിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ശക്കൗതു ഇലൈഹി മാ ബിവലദി. അദ്ദേഹം തന്റെ അനുയായികളോട് പറയുന്നു, ഞാൻ ആ രാത്രിയിൽ എന്റെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ എന്റെ മോന്റെ വിഷയത്തെക്കുറിച്ച് അവലാതി പറഞ്ഞു, പരാതി കൊടുത്തു. യാ റസൂലല്ലാഹ്, എന്റെ മോന്റെ അവസ്ഥ കണ്ടോ, എന്റെ മുത്തുമോന്റെ സങ്കടം കണ്ടോ? ആ സമയത്ത് മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുർആനിലെ ശിഫാഇന്റെ 6 ആയത്തുകൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. ശിഫാഇന്റെ 6 ആയത്തുകൾ പറഞ്ഞു കൊടുത്തു എന്നാണ് ഇമാം ഖുശൈരി പറയുന്നു. എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആയത്തുകളെ കൊണ്ട് എന്റെ കുഞ്ഞിന്റെ രോഗം അല്ലാഹു മാറ്റിയെന്ന് ആ ഇമാം അവറുകൾ പറയുമ്പോ, എന്റെ വയനാട്ടിലെ പെങ്ങളെ, ചെറുപ്പക്കാരാ, ഒരു രാഷ്ട്രീയ നേതാവിനെ സ്നേഹിക്കുന്ന പോലെയല്ല, ഒരു കലാകായിക താരത്തെ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല, ബന്ധുമിത്രാദികളെ പ്രിയം വെക്കുന്നത് പോലെയല്ല, അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തൊട്ടാൽ തിളങ്ങുന്ന തിളക്കത്തിന്റെ മധുരമുള്ള മാണിക്യത്തിന്റെ പളുങ്ക് പോലെ പ്രഭയുള്ള, ഏത് ലോകത്തും ഏത് കാലത്തും കടന്നു വരാൻ അള്ളാഹു അവകാശം കൊടുത്തിട്ടുള്ള ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് നമ്മളെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന 2-ാമത്തെ ആൾ. 3-ാമത്തെ ആളാരാണ്? ഉമ്മയാണ്. മൂന്നാമത്തെ ആൾ ഉമ്മയാണ്. ഉമ്മ ഒരു മോനെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കൂല. ഇപ്പൊ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം നിങ്ങൾക്കറിയാലോ. ഒരു കുടുംബത്തിലെ കുറെ അധികം ആളുകളെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച്, തല പൊട്ടിച്ചേറി, നാവ് പുറത്തു ചാടി, പല്ലു പൊട്ടി, കഴുത്ത് ഞെരിച്ച്, അമർന്ന് വളഞ്ഞൊടിച്ച് അങ്ങനെ കൊന്നുകളഞ്ഞു. ഉമ്മയെയും അതുപോലെ കൊല്ലാനുള്ള എല്ലാ ശ്രമവും നടത്തി. ഉമ്മാക്ക് എങ്ങനെയോ ജീവൻ തിരിച്ചു കിട്ടി. ആ ഉമ്മ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരാ? നിങ്ങൾ പറയും, ആരാ? പത്രക്കാരോട്, ചാനലുകാരോട് ആ മോനെ കുറിച്ചാ പറയുന്നത്. അതൊരു ഉമ്മാക്ക് മാത്രമേ പറ്റൂ. കമന്റ് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഈ കളവി എന്തിനെങ്ങനെ പറയണേ? അത് ഉമ്മയാണ്, അതാണ് അങ്ങനെ പറയുന്നത്. ആ ഉമ്മയെ അടിച്ചില്ലേ, അത് ഉമ്മയാണ്, അതാണ് അങ്ങനെ പറയുന്നത്. ഉമ്മാക്ക് മാത്രമേ പറ്റൂ. അതാണ് സ്നേഹം. നിങ്ങൾ എത്ര ഉമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്? നിങ്ങളുടെ ഉമ്മമാർ ഇവിടെയും ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട് ഈ സദസ്സിൽ. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ. ഉപ്പമാരാണ് കൂടുതൽ മരണപ്പെട്ടത്. ഉമ്മമാര് മരണപ്പെട്ടത് കുറച്ചുണ്ടാവുള്ളൂ. ഉപ്പമാര് മരണപ്പെട്ടവരെന്ന് കൈപൊക്കി എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ഒരുപാടുണ്ട്. സ്ത്രീകളെ താത്തര ഭാഗത്ത് എല്ലാ പാപ്പയും ഉണ്ടോ? ആയിക്കോട്ടെ, മരിക്കണ്ട, ഇരുന്നോട്ടെ. ഉമ്മമാര് മരിച്ചവരാണെങ്കിലോ ഒന്ന് നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. ഉമ്മമാര് മരണപ്പെടുന്നത് കുറവാണ്, ഉപ്പമാരാണ് കൂടുതൽ. കാരണം എന്തെന്നറിയോ? നിങ്ങൾ പറയും ഉപ്പാക്ക് പ്രായം കൂടുതലായതുകൊണ്ടാണ്. അതൊന്നുമല്ല. അത് ഉപ്പാന്റെ വിഷയം പറയുമ്പോൾ പറയാനുള്ള ഉപ്പ ഇങ്ങനെ നീര് തീരുന്ന ആളാണ്. ഉമ്മ സങ്കടങ്ങളൊക്കെ എല്ലാവരോടും പറയും. വാട്സപ്പ് ഗ്രൂപ്പിലിടും, മക്കളോട് പറയും, കുടുംബ ഗ്രൂപ്പിൽ പറയും. കാലിൽ മുള്ളു കൊണ്ടടി, കാല് നീര് ഒന്നടി, കാലിന്റെ ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലിടും. പാപ്പ ആ പരിപാടിക്കൊന്നും നിൽക്കൂല. പാപ്പ മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ട് ഗുളിക വാങ്ങിച്ച് കഴിച്ച് 3 ദിവസം കഴിഞ്ഞ് അറ്റാക്ക് വന്ന് പാപ്പ അങ്ങ് വരും. ആലോചിച്ച് നോക്ക്, നമ്മുടെ അവസ്ഥയാണ്. നിങ്ങളെ എത്ര സങ്കടമാണ് നിങ്ങളെ വീട്ടിൽ പോയി പറയാം മക്കളോട്.
എന്ന ഉമ്മയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്. മക്കൾക്ക് ഉമ്മയുടെ സങ്കടം കേൾക്കാനേ നേരമുള്ളൂ. അവിടെ വേദന ഇവിടെ വേദന, ഉമ്മക്ക് സുഖമില്ല, ഉമ്മക്ക് പനി, പാപ്പാക്ക് പനിയാന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പോലും മജ്ലിസിൽ ഒരാൾ പൈസ തന്നത് എനിക്ക് കേട്ടിട്ടില്ല, കുറവാണ്. പാപ്പാടെ പനിയല്ലേ, അത് ദുആന്ന് വേണമെങ്കിൽ മാറിക്കോളും. അതാണ് വാപ്പയും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഉമ്മ. ആ ഉമ്മാക്ക് നിങ്ങൾ എന്താണ് തിരിച്ചു കൊടുക്കുക? ഒരു വീട് വെച്ചു കൊടുത്തു, നോക്കാനൊരു ആന്റി ഏൽപ്പിച്ചു കൊടുത്തു, മതിയോ? ഉമ്മയെ ഒന്ന് തൊടാൻ, ഉമ്മയെ ഒന്ന് തലോടാൻ, ഉമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാൻ. സ്നേഹസാഗരത്തിലെ ഒരു പ്രിയപ്പെട്ട അമ്മയുണ്ട്. ഇടയ്ക്കിങ്ങനെ ഞാൻ മാസത്തിൽ ഒരിക്കലൊക്കെ ഇച്ചിരി വെറ്റില കൊടുക്കും. അങ്ങനെയാണ്. എല്ലാരെയും പുതിയ ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് ആഗ്രഹം ചോദിച്ചപ്പോൾ ഒരു ഉമ്മാമ പറഞ്ഞത് സിഗരറ്റ് വേണമെന്നാ. അത് വേറെ കാര്യം. പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അസീസക്കായി ഞങ്ങളൊക്കെ ഓടി കുറെ നല്ല മനോഹരമായ വില്ലകളൊക്കെ ഉണ്ടാക്കി. അപ്പോ പറഞ്ഞത് എന്താ, സിഗരറ്റ് വേണമെന്നോ? അതവിടെ ഇരിക്കട്ടെ, എല്ലാ ആഗ്രഹവും ഇടയ്ക്കിടയ്ക്ക് നടത്തി കൊടുക്കണ്ടേ, ആരും ഇല്ലാത്തവരല്ലേ. അപ്പോൾ ഒരു അമ്മ, ആ അമ്മയെ കുളിപ്പിച്ചു, പൗഡറൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നല്ല സുന്ദരിയാക്കി അമ്മ ഇരുത്തിയപ്പോ ആ അമ്മ പറയാണ്, ഇതെന്റെ മക്കള് ചെയ്തിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു സാറേ എന്ന് എന്നെ വിളിക്കും. എന്റെ മക്കളാണിത് ചെയ്തിരുന്നെങ്കിൽ ഉസ്താദ് ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫുകൾ ചെയ്തു, പക്ഷെ എന്നെ കുളിപ്പിച്ച് മുടിയെല്ലാം വൃത്തിയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് എന്നെ ഒരു കസേരയെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്റെ മക്കളായിരുന്നെങ്കിൽ എത്ര സന്തോഷം എനിക്കുണ്ടാവുമായിരുന്നു. അമ്മ പറഞ്ഞപ്പോ കൽബ് പൊടിഞ്ഞു പോയി. എങ്ങനെയാണ് മക്കൾക്ക് കഴിയുന്നത് ഇങ്ങനെ ഒഴിവാക്കാൻ? നിങ്ങൾ അമ്മയല്ലേ, നിങ്ങൾ ഉമ്മയല്ലേ, നിങ്ങൾ വാപ്പയല്ലേ, നിങ്ങൾ പിതാവല്ലേ, എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കയുടെ പരിസരത്ത് നിന്ന് അദ്ദേഹം കണ്ട ഒരു കാഴ്ചയെ പറയുകയാണ്. യമനിൽ നിന്നൊരു മനുഷ്യൻ ഉമ്മയെ ചുമന്നുകൊണ്ട് വരികയാണ് കഅബാലയത്തിന്റെ മുമ്പിൽ. ഉമ്മയെ ചുമന്നുകൊണ്ട് വരികയാണ് കഅബാലയത്തിന്റെ മുന്നിൽ. ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഉമ്മയെ ചുമന്നുകൊണ്ട് വരുന്നത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. എത്രയോ ദൂരമാണ് പരിശുദ്ധ മക്കത്തേക്ക്, കിലോമീറ്ററുകളോളം. വെയിലും മഴയും മഞ്ഞും കൊണ്ട് വേദനയോടെ പ്രസവിച്ച ഉമ്മ, സുഖമില്ല, കാലുവേദന, പ്രയാസമാണ്, രോഗിയാണ്. ആ ഉമ്മയെ ചുമന്നുകൊണ്ട് വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. അടുത്തു പോയിട്ട് കഅബാലയത്തിന്റെ ചാരത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഇന്നീലഹാ ബഗീറുഹൽ മുദല്ലലു, പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ ഉമ്മാക്ക് ഞാൻ ആരാണെന്നറിയുമോ? യാത്ര ചെയ്യാനുള്ള ഒട്ടകമാണ് തങ്ങളെ. എന്റെ ഉമ്മാക്ക് ഞാനൊരു ഒട്ടകമാണ്. എന്റെ ഉമ്മാടെ കാലിൽ മണ്ണ് പറ്റാതെ, എന്റെ ഉമ്മാക്കൊരു പോറല് വരാതെ, എന്റെ ഉമ്മാക്കൊരു ക്ഷീണം വരാതെ ആ ഉമ്മയെ ഞാൻ ചുമന്നുകൊണ്ട് വന്നതാണ് തങ്ങളെ. ഇന്നീ ഹമൽതുഹ അക്സറ മിമ്മാ ഹമലത്ത്, എന്നെ ചുമന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഉമ്മയെ ഞാൻ ചുമന്നിട്ടുണ്ട് തങ്ങളെ. എന്നെ ചുമന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഉമ്മയെ ഞാൻ ചുമത്തിട്ടുണ്ട് തങ്ങളെ. അതുകൊണ്ട് എന്റെ ഉമ്മയോടുള്ള കടമ ഞാൻ പാലിച്ചിട്ടുണ്ടോ തങ്ങളെ? എന്റെ ഉമ്മയോടുള്ള കടമ ഞാൻ പാലിച്ചിട്ടുണ്ടോ തങ്ങളെ? യമനിൽ നിന്ന് ഉമ്മയെ ചുമന്നുകൊണ്ട് വന്ന് തവാഫ് ചെയ്യിപ്പിച്ചു. എന്റെ ഉമ്മ എന്നെ ചുമന്നതിനേക്കാൾ കൂടുതൽ ഉമ്മയെ ഞാൻ ചുമന്നു. ഉമ്മാന്റെ വയറ്റിനകത്ത് ഞാൻ കിടന്ന കാലം എന്റെ ഉമ്മയാണ് എന്നെ ചുമന്നത്. പക്ഷേ ഈ വെയിലത്തും മഴയത്തും ഉമ്മയെ പോരല് പോലും ഏൽക്കാതെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന ഞാൻ എന്റെ ഉമ്മയോടുള്ള കടമ വീട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടില്ല. നിന്നെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് നിന്റെ ഉമ്മ വിട്ട ഒരു ശ്വാസത്തിന് പോലും പകരമായിട്ടില്ല മോനെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചുമന്നുകൊണ്ട് മക്കത്ത് വന്ന് തവാഫൊക്കെ ചെയ്യിപ്പിച്ച മോൻ പറയാണ്, കടമ നിറവേറ്റിയിട്ടില്ലേ? ഇല്ല. നിന്നെ ഉമ്മ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം വിട്ട ശ്വാസമില്ലേ? നിന്നെ ചുമന്നുകൊണ്ട് നടന്നപ്പോ, സ്റ്റെപ്പ് കയറിയപ്പോ, കുളിച്ചപ്പോ, കിടന്നപ്പോ, നടന്നപ്പോ, വസ്ത്രമലക്കിയപ്പോ, പാചകം ചെയ്തപ്പോ, നീ വേദന കൊണ്ട് ഉമ്മ പിളഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞൊരു ദീർഘശ്വാസം വിട്ടിട്ടുണ്ടല്ലോ, അതിന് പകരം പോലും ഉമ്മയെ നീ ചുമന്നുകൊണ്ട് നടന്നതായിട്ടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ആലോചിക്കുക. ഇന്നുമ്മമാര് കരയുന്നില്ലേ? ഉമ്മമാര് സങ്കടപ്പെടുന്നില്ലേ? ഉമ്മമാര് നീറ്റലനുഭവിക്കുന്നില്ലേ? ഒരുമ്മ വിളിച്ചുകൊണ്ടിരിക്കാണ്, എന്നെ കൊണ്ടുപോകൂ സ്നേഹസാഗരത്തിലേക്ക്. ഒറ്റക്ക്
ആരെങ്കിലും കാണാമെങ്കിൽ അവരെ മൊബൈലിൽ നിന്ന് വിളിക്കും. എൻ്റെ നമ്പരൊക്കെ മനപ്പാടാണ്. ആരെ കണ്ടാലും അവരെ നമ്പറിൽ നിന്ന് വിളിക്കും, എന്നെ കൊണ്ടുപോകും അങ്ങോട്ട്. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്തൂടാ. നിയമമുണ്ട്, പേപ്പറുണ്ട്, ഫോമുണ്ട്, പൂരിപ്പിക്കണം, രേഖ വേണം. ഈ കാലഘട്ടത്തിൽ തീർത്തും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ഒരു ഉമ്മ വിളിക്കുമ്പോൾ സങ്കടമാണ്, അത് കേൾക്കുമ്പോൾ നൊമ്പരാണ്, സഹിക്കാൻ പറ്റൂല. ആ ഉമ്മ അത്രയും വേദനിച്ചിട്ട് വിളിക്കുന്നല്ലേ, അത്രയും പ്രയാസപ്പെട്ട് വിളിക്കുന്നല്ലേ. ആ പരിസരത്തുള്ള ഞങ്ങളെ കോണ്ടാക്റ്റിലുള്ളവരൊക്കെ പറഞ്ഞിങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ അവരെ കൊണ്ടുവരും. പിന്നെ ഇങ്ങനെയുള്ളവരൊക്കെ വന്നാലും നിൽക്കുമെന്ന് തന്നെ അറിയില്ല. അതും കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും പറ്റുന്ന പോലെ നിൽക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നോക്കണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ.